ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാധാരണ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവിയാണ് ഇന്ത്യൻ 2. കാരണം ഇന്ത്യനെ കുറിച്ച് നമുക്ക് ഏറ്റവും സംസാരിക്കാം. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ചർച്ച വിഷയം മാറിയിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു ഇന്ത്യൻ എന്ന ചിത്രം. കാരണം സേനാധിപതി എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഏകദേശം അതിനൊരു 100 വയസ്സിന് മുകളിൽ ഏജ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. അതാണ് ആ സ്റ്റോറി യൂസ് ചെയ്യാൻ സാധിച്ചുള്ളത്. അതായത് മോഷണമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ അതായത് ഓരോ വ്യക്തിയിലേക്ക് എത്തിപ്പെടുന്നത്. ഉദാഹരണം നെടുമുടിവേണുവായിരുന്നു അന്നത്തെ അവതരിപ്പിച്ച ഒരു കഥാപാത്രം, CBI ഓഫീസറായിട്ട്. അപ്പോൾ ആ കഥാപാത്രം ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അതൊക്കെ ഭയങ്കര ചേസിങ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ടൈമിൽ അന്നത്തെ കാലത്ത് കാണുമ്പോൾ. പക്ഷെ അത്രമാത്രം അതിൻ്റെ ഒരു ഏകദേശം 20 വർഷങ്ങളപ്പുറത്തോട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. ഇന്ത്യൻ 2 എന്ന് പേരിടുന്നു. ശങ്കർ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് P. ജയമോഹനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാശ് നോക്കിയാൽ നമ്മുടെ ഉലകനായകൻ കമലഹാസൻ, ബോബി സിംഹ, അതുപോലെ സമുദ്രഖനി, സിദ്ധാർത്ഥ്, പ്രിയ രാജ്പൂൽ സിംഗ്, പ്രിയ ഭവാനി ശങ്കർ, വിവേക്, നെടുമുടി വേണു തുടങ്ങിയവർക്കാണ് പ്രധാനമായും കാസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇന്ത്യൻ 2 വരുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് പാർട്ട് തന്നിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് യാതൊരു വിധ തരത്തിലും ഒരു സെക്കൻഡ് പാർട്ട് തരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ എന്ന ചിത്രം അന്നത്തെ കാലത്ത് ഇന്ത്യ ഭാഗത്തു നിന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നില്ല ആ ടൈമിലൊക്കെ. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ 2 അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു. കാരണം അന്നത്തെ കാലത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണോ അത് വീണ്ടും രണ്ടാം ഭാഗത്തിൽ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കയറുന്നത്. കാരണം ശങ്കർ എന്ന് പറയുന്ന ആടെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും ഇന്ത്യൻ 2 ശങ്കർ എന്താണ് സംഭവിക്കുന്നത്. കാരണം ഉദാഹരണം ഇന്ത്യൻ അന്യൻ പോലുള്ള ചിത്രങ്ങൾ എടുത്ത് നമ്മൾ ഞെട്ടിച്ചുള്ള വ്യക്തിയാണ് ശങ്കർ. പോലത്തുള്ള ചിത്രങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ഈ ചിത്രം എടുത്താലും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ 2 വേണ്ടി കാത്തിരിക്കാൻ നോക്കിയത്. ഇപ്പോൾ തന്നെ കമലഹാസൻ എന്ന് പറയുന്ന ഉലക നായകൻ്റെ ഒരു അഴിഞ്ഞാട്ടമൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ ട്രെയിലർ തിരിച്ചൊരു നിരാശയായിരുന്നു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എവിടേക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ കഥാനായകൻ സിദ്ധാർത്ഥിൻ്റെ ഇൻട്രോഡ് തുടങ്ങിയിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ അഴിമതിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഇൻസിഡൻറ്റ് നടക്കുന്നു, ഒരാൾ മരണപ്പെടുന്നു. സെക്കൻഡ് ഇൻസിഡൻറ്റ് നടക്കുന്നു, ഒരാൾ മരണപ്പെടുന്നു. തേർഡ് നടക്കുന്നു. ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റ് അടിക്കുമ്പോൾ ആർക്കെങ്കിലും ബോറടിപ്പിക്കുന്നുണ്ട്. ഏകദേശം പടം തുടങ്ങിയ ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥിൽ അതൊരു യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സംഭവം ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഒരു ഹാഷ്ടാഗ് കാണുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യനെ ആഹ്വാനിച്ച് വരുത്തുന്നു. കം ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നു നമ്മുടെ ഇന്ത്യനെ. അങ്ങനെ താത്തേനെ അന്വേഷിച്ച് നമ്മുടെ കാളിദാസ് ജയറാം ഒരു ചെറിയ വേഷത്തിൽ വരുന്നുണ്ട്. അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ തായ്ലാൻഡ് താത്ത കേരളത്തിലോട്ട് ഇന്ത്യയിലോട്ട് എത്തുന്നു, തമിഴ്നാട്ടിലോട്ട്. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് അനീതിക്കെതിരെ അല്ലെങ്കിൽ എന്താ പറയുക കറക്ഷൻസ്, അതായത് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തിരുത്തുക, കൊല ചെയ്യപ്പെടുക, അതൊക്കെയാണ് നമ്മുടെ താത്ത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇന്ത്യയിൽ ഇങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലത്തുള്ള സാങ്കേതിക മികവൊക്കെ കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് ബെറ്റർ ആക്കിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വിഷ്വൽ സൈഡ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ക്വാളിറ്റി തന്നെയായിരുന്നു. നമ്മുടെ എടുത്ത് പറയേണ്ട പോസ്റ്റിലോട്ട് കിടക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈറ്റിൽ, അതായത് കമലഹാസൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ച്. കാരണം ഒരുപാട് ഫോട്ടോസ് കൂട്ടി വെച്ചിട്ടാണ് ടൈറ്റിൽ കാണിച്ചത്. അത് ഇന്ത്യൻ 2 എഴുതി കാണിച്ച ടൈറ്റിൽ കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ കമലഹാസൻ്റെ ഇൻട്രോ വലിയ കാര്യങ്ങൾ കുഴപ്പമില്ല ഉള്ളൊരു തോന്നലായിരുന്നു സമ്മാനിച്ചത്. അന്നത്തെ കാലത്ത് A.R. റഹ്മാനായിരുന്നു. ഇപ്പോൾ ഇതിൽ അനിരുദ്ധാണ് ബാൻഡ് സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അനിരുദ്ധിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പടത്തിൽ ഞാൻ കണ്ടു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുംസപ്പ് കാര്യങ്ങളൊന്നും പടത്തിൽ കിട്ടുന്നില്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇൻട്രോ പോലും വളരെ ചടച്ചിട്ടുള്ളൊരു ഇൻട്രോ ആണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ തുടക്കം തന്നെ അദ്ദേഹം പറന്നു പോകുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിലൊരു ഭാഗത്ത് നമ്മുടെ ഒരു ബഹിരാശത്ത് വെച്ചൊരു പറന്നു പോകുന്ന സംഭവം കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ പോയി വലിയ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും, അവിടുത്തെ ആൾക്കാർ നന്നാക്കുന്നു. സംഭവം അതല്ല, വേറൊരു സംഭവമാണ് അതിൽ കാണിച്ചത്. പടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അത് ഇങ്ങനെ കറക്ഷൻസ് എല്ലാം മാറ്റി മറിഞ്ഞ് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ഇന്ത്യൻ പറയുകയാണ് ഇതിൽ, നമ്മുടെ താത്ത പറയുകയാണ്. അതായത് നിങ്ങൾ ഓരോ വ്യക്തികളാണ് പറയേണ്ടത്. 40 വയസ്സിന് മുകളിലൂടെ ഞാൻ സംസാരിക്കില്ല. കാരണം ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തെറ്റുകൾ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവർ തിരുത്തുക അല്ലെങ്കിൽ കീഴടങ്ങാൻ വേണ്ടി ശ്രമിക്കുകയെന്ന്. അങ്ങനെ നമ്മുടെ കഥാനായകൻ കാര്യങ്ങളൊക്കെ തിരുത്തുന്നു. അങ്ങനെ അന്വേഷിച്ചിറങ്ങുന്നു. അവർക്ക് അതിനെതിരെ എന്താണോ മനസ്സിലാക്കുക തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിന് ശേഷം നമ്മുടെ ഇന്ത്യൻ്റെ താത്തന്നെ ജനങ്ങളെല്ലാം കൂടി തള്ളി പറയുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആശകൾ മാത്രം പറയുന്ന ഒരുപാട് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും. കാരണം ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് മാറ്റപ്പെടുന്നു എന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പെടുന്ന നമ്മുടെ മധുബാല ഇപ്പോൾ നെടുമുടി വേണു, വിവേകനൊക്കെ കൂടുതലും VI എന്ന് പറയുന്ന പുതിയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇതിൽ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിക്ക് വരെ വിജയിച്ചെന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ. കാരണം വീണ്ടും അവർ സ്ക്രീനിൽ കാണുന്നു, നമുക്കറിയാം. അപ്പോൾ നെടുമുടി വേണുക്കെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ
രണ്ട് കാലഘട്ടമൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. കാരണം പടത്തിൻ്റെ കാലഘട്ടമല്ല, കാരണം ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ഷൂട്ടിങ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതിനുശേഷം കൊറോണ കഴിഞ്ഞ് ഷൂട്ട് ചെയ്തു. അപ്പോൾ തന്നെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ചിലരൊക്കെ തടിച്ചും മാറ്റങ്ങളൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും അവിടെ, കാരണം പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമുള്ളൂ. പിന്നെ പാട്ടുകൾ എടുത്ത് പറഞ്ഞാൽ തുടക്കത്തിൽ പാട്ട് കൊള്ളാമായിരുന്നു. ഇന്ത്യൻ വിളിച്ചു വരുന്നൊരു പാട്ടുണ്ട്, അത് എനിക്ക് നൈസായി തോന്നി. പിന്നെ ഒരു കലണ്ടർ സോങ് ഉണ്ട്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതൊക്കെ എന്തിനെന്തോ ഒന്നറിയില്ല. കാരണം ഇത്ര പൈസ കൊടുത്തൊരു പടം ചെയ്യുമ്പോൾ വിദേശത്ത് എന്തായാലും ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അതൊക്കെ അവിടെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രസത്തിൽ കൊണ്ടിട്ട് തല്ലിപ്പുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ നക്ഷത്രാമനൊക്കെ കാണിക്കുന്നതിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട്, അതിൽ വില്ലൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്. ഇതിൽ ഒരുപാട് വെച്ച് നമ്മുടെ താത്ത മർമ്മപ്രിയനാണ്. കാരണം ഒരുപാട് മർമ്മങ്ങൾ കാണിക്കുന്നുണ്ട്. കോഴിവർമ്മം, അതുപോലെ തന്നെ കന്യകവർമ്മം, നാഡീപരമം, മർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മർമ്മങ്ങൾ കാണിക്കുന്നത് അതിനെടുത്ത് പറയുന്നുണ്ട്. ഒരുപാട് ഇഷ്ടംപോലെ മർമ്മങ്ങൾ ഈ മർമ്മം ഉപയോഗിച്ചിട്ടാണ് താത്ത നമ്മുടെ വില്ലന്മാരൊക്കെ കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ ഈ മർമ്മം കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് ബോബി സിനിമയുടെ അവസ്ഥ പറയാൻ നെടുമുടിയുടെ മകനായിട്ടാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം തന്നെ ഒരു കോമഡി പീസാക്കിയുള്ള കഥാപാത്രം. അദ്ദേഹം എവിടെ തുടങ്ങിയാലും മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ തന്നെ പരാജയമാണല്ലോ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. എവിടെ തുടങ്ങിയാലും അവിടെ കൊണ്ട് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സമ്മാനിച്ചത്. കാരണം ഈ താത്തനെ പിടിക്കാൻ ഇതിന് കഴിയുന്നില്ല. പിന്നെ വിവേകുണ്ട്, ഇതിൽ ഇമോഷണലായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ലാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. കാരണം പല പടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഈ സിനിമയിൽ ഈ പാസം അല്ലെങ്കിൽ എന്താ പറയുക ആത്മഹത്യ പരിപാടിയൊക്കെ, ആത്മഹത്യ എന്ന് പറയുമ്പോൾ എന്നാൽ കടം കയറിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോർപ്പറേഷനിൽ പണം ചോദിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം പരിപാടി കാര്യങ്ങളൊക്കെയാണ് ആത്മഹത്യയും ചെയ്യുന്നതൊക്കെ ഉള്ളത്, അതായത് കർഷക പരിപാടിയും കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെ അവരുടെ സ്റ്റോറി ഇൻസിഡൻറ്റ് എടുത്ത് കാണിക്കുമ്പോൾ പോലും കാണുന്ന പ്രേക്ഷകർ ഈ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടാവാറുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലൊരു ടച്ചിങ് ഉണ്ടാവുന്നില്ല. അതുപോലെ സിദ്ധാർത്ഥിനെ കുറച്ച് ഇമോഷണൽ സീൻസ് ആണെങ്കിൽ പോലും ഒരു കണക്റ്റിങ്, ഒരു ഇമോഷൻസോ ഒരു തരി പോലും ഫീലിംഗ് ആവുന്നില്ല. കാരണം അവർ ഇമോഷൻസ് കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ പക്ക ഒരു കോമഡി ആയിട്ട് ചിരി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്താണ് ഈ കാണിച്ചു കൊടുക്കുന്ന ഒരു തോന്നലായിരുന്നു കണ്ടപ്പോൾ എനിക്കുണ്ടാകുന്നത്. പക്ഷെ അത് ഉപരി എന്താ പറയുക, അവർ സീരിയസ് ആയി പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ ഇതിലൊരു കോമൺ മാൻ കൊണ്ടൊരു വ്യക്തി കാണിക്കുന്ന ആമിനേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. തുടക്കം ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് റിപ്പീറ്റ് അടിച്ച് ഭയങ്കര കോമഡി പരിവാക്കിക്കൊണ്ട് അലമ്പാക്കി കളഞ്ഞു പല വ്യക്തികളും. എടുത്തൊരു ഇഷ്ടം പോലെ ആക്ടിങ് തന്നെയായിരുന്നു താൻ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല വ്യക്തികൾക്കുണ്ട്. അത് കമലഹാസൻ്റെ കാര്യം എടുത്ത് നോക്കി മേക്കപ്പൊക്കെ വൻ കോമഡി ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ നല്ല രസത്തിൽ നല്ല അലമ്പാക്കി വെച്ചിട്ടുണ്ട്. മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം സാധിക്കുള്ളൂ. കാരണം താത്തയുടെ അവസ്ഥയൊക്കെ പരമ രസമായിട്ടുണ്ട്. കാരണം ഇത്ര പൈസ മുടക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാരണം ഇതിൽ എടുത്ത് പറയേണ്ടത് എന്താ പറയുക, ഈ അവിടുത്തെ ജനങ്ങളെ, തമിഴ്നാട്ടിലെ ജനങ്ങളെയാണ് പ്രധാനമായിട്ടും കളിയാക്കുന്ന അവസ്ഥയാണ്. കാരണം അവരെ വിളിച്ച് ഒരു കോമഡിയാക്കുന്ന അവസ്ഥയാണ് കാണിച്ചത്. മണ്ടന്മാരെന്ന നിലയ്ക്കാണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇതിൽ തന്നെ പറയുന്നുണ്ട് എവിടെ കൊടുത്താലും ശങ്കർ തന്നെ പറഞ്ഞു, പേപ്പർ തുറന്നു നോക്കി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കൈക്കൂലിയാണ് കാണുന്നത്. അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് സബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൈക്കൂലി തന്നെയാണ്. തമിഴ്നാട്ടിൽ നടക്കുന്ന അഴിമതി, അവിടുത്തെ രാഷ്ട്രീയം, വിദ്യാഭ്യാസ കച്ചവടം, അതുപോലെ തന്നെ കോറി, ഗ്രാനൈറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് എല്ലാവിധ സബ്ജക്റ്റും, അതായത് അഴിമതി കാണിക്കാൻ പറ്റുന്ന എവിടെയൊക്കെയാണോ എല്ലാ കാര്യങ്ങളും തുടക്കുന്നതോടെ ഒടുക്കം വരെയും ഇന്ത്യൻ 2 പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റോ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആ കൂട്ടർ പോസിറ്റീവായി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൾക്കാർ കൂവാണ്ടിരിക്കാൻ വേണ്ടി തോന്നുന്നു. ഇത് പടം കഴിയുമ്പോൾ അവസാനം ഇന്ത്യൻ 3 ട്രെയിൽ കാണിക്കുന്നുണ്ട്. അത് സെറ്റായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീരശേഖര സേനാധിപൻ എന്ന് പറയുന്ന കമലഹാസൻ്റെ പഴയൊരു ഫ്ലാഷ് ബാക്ക് കാലഘട്ടമായിരിക്കും എനിക്ക് കാണിക്കുന്നുണ്ടാവും. അതായത് ഈ താത്തയ്ക്ക് വയസ്സ് ചെറുപ്പത്തിലൊരു കാലഘട്ടം, അല്ലെങ്കിൽ കാജിറവാളിലൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യൻ 3 എസ് എ സൂര്യക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. എസ് എ സൂര്യക്കാരൊക്കെ ഒരു കോമഡി പീസൊക്കെ, ഡയലോഗൊക്കെ വളരെ കുറവാണ്. അദ്ദേഹത്തിന് എന്താണ് പരിപാടി എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നില്ല കണ്ടപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ കുറേ സ്വർണ്ണമൊക്കെ കയ്യിലും കഴുത്തിലും മൂക്കലൊക്കെ ഇട്ട് നടക്കുന്നു കഥാപാത്രം. കുറച്ച് കഴിഞ്ഞത് വെള്ളിയായിട്ട് നടക്കുന്നുണ്ട്, പിന്നെയും സ്വർണ്ണമായിട്ട് വരുന്നുണ്ട് അവസാനമായി എത്തുമ്പോൾ. ഒരു തരത്തിലും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിൽ പോയി. കാരണം കഥാപാത്രങ്ങൾ പോലും യാതൊരു വിധത്തിലും ഒരു വ്യക്തത സൃഷ്ടിക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നില്ല, ഇങ്ങനൊരു പടം എടുത്ത് ജനങ്ങളെ പറ്റിക്കരുത്. കാരണം ഇതിനെതിരെ എന്താ പറയുക, കംബാക്ക് എന്ന് പറയുക ശങ്കറിനോട് കംബാക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ താത്തോടാണ് പറയാനുള്ളത്. ഇതിൽ എന്താ പറയുക, തീർച്ചയായിട്ടും തിരിച്ച് ഗോ ബാക്ക് എന്ന് പറയേണ്ട അവസ്ഥയാകും. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം ശങ്കർ എന്ന് പറയുന്നത് മികച്ച ഒരു ഡയറക്ടർ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിൽ കാണുന്നില്ല. ഇതിൻ്റെ ഒരു പൊടി പോലും ഇതിൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഒട്ടും തന്നെ ഇമ്പാക്റ്റ് യാതൊരു വിധത്തിലും ഉണ്ടാവില്ല. സാധാരണ ഒരു ചടച്ച പടത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറെങ്കിലും അത്യാവശ്യം കേട്ടിരിക്കാൻ തോന്നും. ഇതുപോലും സപ്പോർട്ട് ചെയ്യാത്തൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ദുരന്തം പിടിച്ച ഒരു താത്തയുടെ ഒരു അപരാധം പിടിച്ചൊരു പടമായിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് കണ്ടപ്പോൾ. ഇതിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. ഒരു പക്ഷേ ഇന്ത്യൻ 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ ആയിട്ട് കാത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.